ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു റെട്രോ ഫോക്കസ്. ഇന്ന് കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആയിരിക്കും കേട്ടോ. മൂപ്പൻ ശരത്തിൻ്റെ ചാനലിലൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റിയൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ആക്ച്വലി 2-3 ദിവസം പുള്ളിയുടെ വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും എന്ന് വിചാരിച്ചാണ് വീഡിയോ കണ്ടത്. ഞാനൊരു 3 പ്രാവശ്യമായിട്ടാണ് കണ്ടു തീർത്തത്. ഒറ്റയടിക്കൊന്നും ഇരുന്ന് കാണാനുള്ള ത്രാണിയില്ല. ഭയങ്കരമായിട്ട് വളവള പറഞ്ഞ് അങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്രയും നേരം ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റിയില്ല. അപ്പോൾ അത് കണ്ടു തീർത്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാം പറയാമെന്ന് പറഞ്ഞിട്ടാണ് ശരത്ത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത്. പക്ഷേ അതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഒരു ക്ലാരിറ്റി ഒന്നും വരുത്തിയിട്ടൊന്നും അല്ല പറഞ്ഞേക്കണം. അവിടെ എവിടെയും തൊട്ടുപിടിപ്പിച്ച് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു പോയേക്കുന്നത്. ആദ്യം ശരത്ത് പറയണത് 4ാമത്തെ ബിഗ് ബോസിൻ്റെ സീസണിൽ ലൂപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ബിഗ് ബോസിൽ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം പോലെയാണ് ഇവർ പറയുന്നത്. അതിങ്ങനെ ഓരോ സീസണിലും മാറി മാറി ആൾക്കാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. കുറച്ച് പേര് പ്ലാൻ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. ശരത്ത് പറയണത് നമ്മുടെ കൂടെ ഒരാൾ നിന്നിട്ട് അയാൾ നമ്മളെ ചതിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചതിച്ച ആളുടെ കുറ്റമല്ല, നമ്മുടെ കുറ്റമാണെന്നൊക്കെ ഉള്ള ലോജിക്ക് ശരത്ത് വായി തോന്നിയത് എന്തൊക്കെയോ വിളിച്ചു പറയണതായിട്ടാണ് എനിക്കത് കേട്ടപ്പോൾ തോന്നിയത്. ഒരു വോയിസ് റെക്കോർഡ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അത് എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കഴിവും മറ്റവരുടെ കഴിവുകേടുമാണ്. ശരത്ത് പറയണ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ഇല്ലാത്ത കുറേ ആൾക്കാരുടെ ഒരു കൂട്ടമാണ്. ശരത്തൊക്കെ ഉൾപ്പെടുന്ന അതുപോലത്തെ ഒരു ഗ്രൂപ്പാണെന്നാണ് മനസ്സിലാവുന്നത്. നമ്മളോട് ഒരാൾ വിശ്വാസവഞ്ചന കാണിച്ചിട്ട് നമുക്ക് ആ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കുറ്റാണെന്നൊക്കെ ഉള്ള ലോജിക്കാണ് ശരത്ത് ഈ വീഡിയോയിൽ പറഞ്ഞേക്കണത്. സീസൺ 6 നിന്നൊക്കെ കഴിഞ്ഞിറങ്ങിയ ഒരുപാട് വ്യക്തികൾ ശരത്തിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഉദ്ദേശിക്കുന്ന ലെവലിലേക്കൊന്നും എത്താത്ത പല ആൾക്കാരുമായിട്ടും ശരത്തിന് കോൺടാക്റ്റ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരോടൊക്കെ ശരത്ത് പറഞ്ഞത് ആരും നല്ലതല്ല, എല്ലാവരും തെറ്റ് ചെയ്തിട്ടുള്ളവരാണ് എന്നൊക്കെയുള്ള ഉപദേശങ്ങളാണ് എല്ലാവരുടെ അടുത്ത് പറഞ്ഞതെന്നാണ് ശരത്ത് ഈ വീഡിയോയിൽ പറയണത്. പിന്നെ വോയിസ് റെക്കോർഡ് ചെയ്തത് തെറ്റാണ്, റെക്കോർഡ് ചെയ്യാൻ പ്രേരിപ്പിച്ചതും തെറ്റാണ് എന്ന് ശരത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് കുറുക്കനും ചെന്നായും ആട്ടിൻ തോലിട്ട ചെന്നായൊക്കെ ഉണ്ടെന്നാണ് ശരത്ത് പറയണത്. അതിനകത്ത് ശരത്ത് ഇതിനകത്ത് എന്താണെന്ന് ശരത്ത് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ വോയിസ് റെക്കോർഡ് ഇതുപോലെ യൂസ് ചെയ്ത് പല പരിപാടികൾ ചെയ്യണത് അതുപോലത്തെ കാര്യങ്ങളുടെ പുറകെ പോകുന്നതും തെറ്റാണെന്നുള്ളതൊന്നും ശരത്ത് പറഞ്ഞിട്ടില്ല. റെക്കോർഡ് ചെയ്യുന്നത് ഒരു സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണെന്നൊക്കെ ശരത്ത് ഇത് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ ബണ്ടിൽസ് ഓഫ് വോയിസ് റെക്കോർഡുകൾ ഉണ്ട് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമായിട്ട് കാണണ്ട. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിമിനൽ മൈൻഡോട് കൂടിയുള്ള ആൾക്കാണ് അതിങ്ങനെ സൂക്ഷിച്ച് വെക്കാനും അതെടുത്ത് ഉപയോഗിക്കാനും അത് വിൽക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. പിന്നെ പറഞ്ഞിട്ടുണ്ട് പലരും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇപ്പോൾ കൂടുതൽ കാര്യമൊന്നും പലരും പറഞ്ഞ അനുസരിച്ച് പറയാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേവറസാണ്. അങ്ങനെ ചെയ്തുകൊണ്ട് വന്നിട്ട് ഈ ക്യാമറയുടെ മുന്നിൽ നിന്ന് പറയുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ക്ലാരിറ്റി ഒന്നും തരാൻ ശരത്തിനുണ്ടാവില്ല. പിന്നീട് ശരത്ത് ബിഗ് ബോസ് ഷോയെ പുച്ഛിക്കുകയാണ്. അതിനകത്ത് നടത്തിയിരിക്കുന്ന എന്തുതരം സർവൈവലാണ് എന്നാണ് ചോദിക്കുന്നത്. അതായത് ജാലിയൻ വാലാബാഗും ശിബായി ലഹളയും പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു കുടിവെള്ളത്തിൻ്റെ പ്രശ്നത്തിന് വേണ്ടി ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും സർവൈവൽ അല്ല എന്നാണ് ശരത്തിൻ്റെ പക്ഷം. ശരത്തിൻ്റെ കമ്പാരിസൺ ഗംഭീരമായിട്ടുണ്ട്. ശരത്ത് പറഞ്ഞ അനുസരിച്ച് ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ് തെറ്റ്. പലരോടും ചോദിച്ചു കഴിഞ്ഞപ്പോഴും അവർ പറഞ്ഞത് ഈ പ്ലാറ്റ്ഫോമാണ് റോങ് ആയിട്ടുള്ളൊരു സംഭവം എന്നാണ് പറയുന്നത്. അതായത് പുറത്ത് ഇവർ വോയിസ് റെക്കോർഡ് ചെയ്ത് ലീക്ക് ചെയ്യിപ്പിച്ച് നടത്തിയ പരിപാടികളൊന്നും ഒരു പ്രശ്നമുള്ളതായിട്ട് കാണണ്ട എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നീട് ശരത്ത് പറഞ്ഞേക്കുന്നത് ഈ ഷോ കഴിഞ്ഞതിന് ശേഷം ഇതിനകത്ത് കണ്ടസ്റ്റൻസ് എല്ലാവരും വന്നിട്ട് ഈ ഷോനെ പറ്റി നെഗറ്റീവ് പറയും എന്ന് ശരത്തിനോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയണത്. കുറച്ച് പേരുണ്ടല്ലോ, അവരെന്തായാലും ഇതിനെപ്പറ്റി പറയട്ടെ. വേറൊരു രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരത്ത് ഇതുപോലെ കിടന്ന് പറയാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ശരത്ത് 2-3 വർഷമായി ഈ ഷോ ഡയറക്ടറെയൊക്കെ കുറ്റം പറയണ ഒരു പരിപാടി തുടങ്ങിയിട്ട്. ഇത് വെറുതെ ബ്ലാ പറയണതാണ്, ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് പറയണ, അല്ലാതെ വേറെ ഒരു ആത്മാർത്ഥതയോടും കൂടിയോ ഒന്നും പറയണമായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പോൾ ഈ വീഡിയോയിലും അത് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുത്തിട്ടുണ്ട്. നന്മപരമായിട്ട് ഇരിക്കുന്നവർ പലരും വോയിസൊക്കെ ഒരുപാട് അയച്ചിട്ടുണ്ട് എന്നാണ് പറയണത്. ശരത്തിനും അയച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരുടെയും പേരൊന്നും എടുത്ത് പറയണില്ല. ശരത്ത് അതിന് ഈ വീഡിയോയിലൊന്നും പറയണില്ലല്ലോ, ആകെ ഇതുപോലെ അവിടെ എവിടെയും തൊട്ടും തൊടിയിച്ചല്ലേ പറയണത്. പിന്നീട് പറയണത് ക്ലെൻസിങ്ങിനെ പറ്റിയാണ്. ശരത്ത് അതിനകത്ത് വികാരം കൊണ്ട് പറയുന്നുണ്ട് ബിഗ് ബോസ് ഒരു ടോക്സിക് ഷോ ആണെന്ന്. എനിക്ക് മനസ്സിലായിടത്തോളം ക്ലെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൽ നിന്നല്ല, ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് പ്ലേസിലോ ഡിഫറെൻറ്റ് വ്യക്തിയിൽ നിന്നൊക്കെ സംഭവിക്കുന്ന കാര്യമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ശരത്ത് പറയണ അനുസരിച്ച് ധ്യാനം കൂടാൻ പോയാൽ ക്ലെൻസിങ് നടക്കുമല്ലോ എന്നൊക്കെയാണ് പറയണത്. ക്ലെൻസിങ് ഓരോരുത്തർക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമാണ്. അതിപ്പോൾ ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത് അവനവന് മാത്രം അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവനവന് വന്നിരിക്കുന്ന ചേഞ്ചസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിപ്പോൾ പുറത്തുനിന്ന് നോക്കുന്ന ശരത്തിന് മനസ്സിലാവണമെന്നില്ല, എനിക്ക് മനസ്സിലാവണമെന്നില്ല. പിന്നെ അത് മാത്രമല്ല,
ശരത്ത് പറഞ്ഞ പോലെ ധ്യാന കേന്ദ്രത്തിൽ മാത്രം നടക്കുന്നൊരു കാര്യമാണോ ഈ ക്ലെൻസിങ്? ചിലപ്പോൾ അത് ജയിൽവാസത്തിനിടെ സംഭവിച്ചേക്കാം. ഒരുപക്ഷെ ഒരു ആർമിയിൽ ചേർന്ന് യുദ്ധത്തിലൊക്കെ പങ്കെടുത്തതിന് ശേഷം ചിലപ്പോൾ സംഭവിച്ചേക്കാം. ചിലപ്പോൾ ചില വ്യക്തികളുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ സംഭവിച്ചേക്കാം. മറ്റൊരാളുടെ ക്ലെൻസിങ്ങിനെ പറ്റി ജഡ്ജ് ചെയ്യേണ്ട ആൾ നമ്മളല്ല, ഓരോരുത്തരുടെ ഉള്ളിൽ സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ശരത്ത് തന്നെ വോയിസ് റെക്കോർഡ് ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശരത്തിന് നല്ലതായിരിക്കും, പക്ഷെ പുറത്ത് നിൽക്കുന്ന വേറൊരാൾക്കോ ഇത് അനുഭവിക്കുന്ന ഒരാൾക്കോ നല്ലതായിരിക്കില്ല. അതുപോലെ തന്നെ ക്ലെൻസിങ് അവനവന് നല്ലതായിരിക്കും. ഇപ്പോൾ ശരത്തിനെ സംബന്ധിച്ച് ധ്യാനത്തിന് പോണതാണ് ക്ലെൻസിങ് എന്ന് മനസ്സിലാക്കി വെച്ചേക്കുന്ന ആളാണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാതിരിക്കുക നല്ലത്. പിന്നെ കുറച്ച് ബ്ലാ 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 ആണ് പറഞ്ഞേക്കണത്. എന്തോ ആനിസം അങ്ങനെ കൂടുതലായിട്ട് പാടില്ല, തീവ്രത പാടില്ല, എന്തിനാണെങ്കിലും തീവ്രത പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉപദേശമൊക്കെയാണ്. അതിപ്പോൾ ശരത്തിൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഒരുപക്ഷെ എന്തെങ്കിലും സംഭവമൊക്കെ ആയിട്ട് തോന്നുന്ന രീതിയിലും എല്ലാം പറയണമായിരിക്കും. എനിക്കതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അതൊക്കെ വെറുതെ കണ്ണിൽ പൊടിയിടാൻ പറയണ പോലത്തെ കാര്യങ്ങളായിട്ട് മാത്രമാണ് തോന്നിയേക്കുന്നത്. ഇങ്ങനെ ബ്ലാ 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 പറഞ്ഞ് അന്ധമായ ഫാൻസിസത്തെ പറ്റി പറയുമ്പോൾ മറ്റുള്ളവരെ കൂടെ അംഗീകരിക്കാൻ പഠിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ ശരത്ത് പറയുന്നുണ്ട്. ശരത്ത് ബിഗ് ബോസ് റിലേറ്റഡ് ചെയ്ത വീഡിയോസൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ബാക്കിയുള്ളവരെ എങ്ങനെയാണ് അംഗീകരിക്കുന്നത് എന്നുള്ളതൊക്കെ. ആ വീഡിയോസ് കണ്ടാൽ തന്നെ മറ്റുള്ളവരെ അംഗീകരിക്കണുണ്ടോ അതോ ഒരാളെ മാത്രമാണോ അംഗീകരിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. ശരത്ത് തന്നെ പറയുന്നുണ്ട് ഒരു ലൂപ്പിൻ്റെ പരിപാടി, പിന്നീട് പറയുന്ന അതിനെ ന്യായീകരിക്കുന്ന രീതിയിലുള്ളൊരു പരിപാടിയാണ്. ബിഗ് ബോസിൽ വരുന്ന കണ്ടസ്റ്റൻസിന് ഏതെങ്കിലും രീതിയിൽ അടിച്ചൊതുക്കാൻ നോക്കുമ്പോഴത്തേക്കും അതിനെതിരെ ഒരു പ്രത്യേകം ഉണ്ടാകുന്നു. അപ്പോൾ അതിനെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നതിന് തെറ്റ് പറയാൻ പറ്റില്ല, അപ്പോൾ കുറേ പേര് അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് പറയണത്. അപ്പോൾ നൈസായിട്ട് ലൂപ്പ് ക്രിയേഷനെ പറ്റിയും ലൂപ്പിനകത്ത് കയറുന്നവരെ പറ്റിയും പിന്നെ പുറത്താവുന്നവരെ പറ്റിയും പുറത്താവുന്നവർ പിന്നെ ശത്രുക്കളാവുന്നതിനെ പറ്റിയൊക്കെ ശരത്ത് പറയുന്നുണ്ട്. നിലവിൽ ആ ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ശരത്ത് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ലൂപ്പിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഇറങ്ങിപ്പോവാം. അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്, അതിനെ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള രീതിയിലാണ് ശരത്ത് പറഞ്ഞേക്കുന്നത്. പിന്നീട് പറയുന്നത് വിവിയുടെ കേസാണ്. വിവി വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പലരും അതുപോലെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പലരും വന്ന് നന്മമരം പോലെ കളിക്കുന്നേ ഉള്ളൂ. അവരൊക്കെ നമുക്കും അയച്ചു തന്നിട്ടുണ്ട്, അതായത് ശരത്തിനും അയച്ചു കൊടുത്തിട്ടുണ്ട്. ശരത്തിന് അതുപോലത്തെ പല കാര്യങ്ങളും ശരത്തിൻ്റെ കയ്യിലും വോയിസ് റെക്കോർഡ് കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട് എന്നുള്ള രീതിയിലാണ് ശരത്ത് പറയുന്നത്. അപ്പോൾ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും കുറ്റം പറയാൻ പറ്റില്ല, ഇവരെല്ലാവരും ഇത് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ സായിയുടെ പേര് ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞതെന്നാണ് പറയണത്. അപ്പോൾ നിലവിൽ എല്ലാവരും ഈ പരിപാടി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. പിന്നെ ചില സീസണുകളിൽ ചില വ്യക്തികളോട് എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ശരത്തിനും എതിർപ്പുകളുള്ള വ്യക്തികളോട് ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, ഡയറക്റ്റായിട്ട് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലർ വന്ന് ഗ്രൂപ്പായിട്ട് ശരത്തിൻ്റെ അടുത്ത് ഇങ്ങനെ അവർക്കെതിരെ നിൽക്കണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് എനിക്ക് മനസ്സിലായത്. ഗ്രൂപ്പായിട്ടുള്ള അറ്റാക്കുകളും കാര്യങ്ങളിലോടൊന്നും ശരത്ത് പൂർണ്ണമായിട്ടും ചേർന്ന് നിന്നിട്ടില്ല എന്ന്. അതായത് പൂർണ്ണമായിട്ട് ചേർന്ന് നിൽക്കണ്ട, അദ്ദേഹം ചേർന്ന് നിന്നിട്ടുണ്ട്. ഒരുമിച്ച് ഗ്രൂപ്പായിട്ടുള്ള ഒരു അറ്റാക്കിൻ്റെ ഭാഗമായിട്ടുണ്ട് ശരത്ത്. അപ്പോൾ ശരത്ത് എന്താണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നീട് വിവിയുടെ കയ്യിൽ ശരത്തിൻ്റെ വോയിസ് റെക്കോർഡ് ഉണ്ടോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരവായിട്ടാണ് ശരത്ത് പറയുന്നത്. തീർച്ചയായിട്ടും വിവിയുടെ അടുത്ത് വോയിസ് റെക്കോർഡ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതായത് ശരത്ത് പറയുന്നുണ്ട് ശരത്തും ഇതുപോലെ റെക്കോർഡ് ചെയ്യാറുണ്ട്, വിവിയും റെക്കോർഡ് ചെയ്യാറുണ്ട്, മറ്റുള്ളവരും റെക്കോർഡ് ചെയ്യാറുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ പണി കിട്ടും അല്ലെങ്കിൽ പണി കൊടുക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്തെടുക്കുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ശരത്ത് ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. അതായത് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും ഒരു തരി പോലും വിശ്വാസമില്ലെന്നാണ് ഈ പറയുന്നതിൽ നിന്ന് മനസ്സിലാവുന്നത്. പിന്നെ ശരത്ത് ഭയങ്കര കാര്യമായിട്ടാണ് പറയുന്നത്. ഇതുപോലെ വോയിസ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ വോയിസ് റെക്കോർഡാണെന്ന് പറയും, എനിക്കതിനകത്തൊരു മാറ്റവും ഇല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മാറ്റി പറയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ശരത്ത് പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയില്ലെങ്കിൽ ശരത്ത് ഇടയ്ക്കിടയ്ക്ക് വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്, അല്ലെങ്കിൽ വീഡിയോസ് മുക്കുന്നുണ്ട്, പ്രൈവറ്റ് ആക്കുന്നുണ്ടാവുമായിരിക്കും. എന്തിനാണ് പറഞ്ഞ കാര്യങ്ങളൊന്നും മാറ്റി പറയാത്ത ശരത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ അവിടെ കിടന്നോട്ടെന്ന് വെക്കൂലായിരുന്നു, അതൊക്കെ മാറ്റുന്നത് എന്തിനാ? പിന്നെ ശരത്ത് ചോദിക്കുകയാണ് ബിഗ് ബോസ് സീസണിൽ നിന്ന് എന്ത് സോഷ്യൽ മെസ്സേജാണ് നൽകിയതെന്നൊക്കെ. ഇതൊരു സോഷ്യൽ മെസ്സേജ് അങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന് ശരത്ത് കണ്ടുകൊണ്ടിരുന്ന ഷോ ആണോ? എനിക്ക് മനസ്സിലാവണില്ല. എന്നെപ്പോലുള്ള സാധാരണ പ്രേക്ഷകർക്ക് ഇതിൽ നിന്ന് സോഷ്യൽ മെസ്സേജൊക്കെ റിസീവ് ചെയ്യാൻ പറ്റിയൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കതൊരു എൻ്റർടൈൻമെൻറ്റ് ഷോ ആയിട്ടാണ്, ഒരു മത്സരം, ആ ഒരു രീതിയിലുള്ളൊരു ഗെയിം ഷോയൊക്കെ ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തേക്കുന്നത്. ഇതിൽ നിന്ന് സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഭയങ്കര സംഭവങ്ങളൊക്കെ കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് പാടായിരിക്കും. ശരത്തിനത് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നാണോ ശരത്ത് പറയുന്നത്?
അതോ വീണ്ടും മറ്റേ ഐറ്റാണോ ഈ ഷോയെ തള്ളി പറയുന്ന പരിപാടി ഉണ്ടല്ലോ, കഴിഞ്ഞ കുറേ സീസണുകളായിട്ട് ഇത് തന്നെയല്ലേ, ഷോയെ പറ്റി കുറ്റം പറയുക, ഷോ ശരിയല്ലെന്ന് പറയുക, ഷോയുടെ ഡയറക്ടർ ശരിയല്ലെന്ന് പറയുക, അതേ ഐറ്റം തന്നെയല്ലേ, അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ലല്ലോ. പറഞ്ഞ് ശരത്ത് അവസാനം ശബരിമലയും തത്വമസിയൊക്കെ പറയാൻ തുടങ്ങി. തത്വമസി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും പെർഫെക്റ്റ് അല്ല, അത് അങ്ങ് അംഗീകരിച്ചാൽ മതി എന്നുള്ള രീതിയിലൊക്കെ പറയാനുണ്ടായിരുന്നു. അതായത് വീണ്ടും പറയുകയാണ് എല്ലാവരും തെറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളെല്ലാവരും നന്മവരങ്ങളൊന്നും അല്ല, ഈ നന്മവരങ്ങളായിട്ട് പറയുന്നവരൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്, നമ്മളെല്ലാവരും എല്ലാ രീതിയിലും തെറ്റ് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. ശരത്ത് എന്താ പറയുന്നത്, എല്ലാവരും ഒരേപോലെ തെറ്റ് ചെയ്യുമെന്നോ? അതൊന്നും ശരിയല്ല ശരത്ത്. ആരാണ് പറയണത് ശരത്ത് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ബാക്കി ഇപ്പോൾ വിവി ചെയ്യുന്നവരൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടെന്നാണോ വിചാരിച്ചുകൊണ്ട് നടക്കുന്നത്? എല്ലാവരും വിവിയെപ്പോലെ വോയിസ് റെക്കോർഡുകൾ സൂക്ഷിച്ചു വെക്കുകയും അത് പിന്നീട് ആൾക്കാർക്കെതിരെ ഉപയോഗിക്കുകയും ചിലപ്പോൾ അത് കാശിന് വിൽക്കുകയും പിന്നീട് കൂടിയാലോചിച്ച് ഇന്നതുപോലത്തെ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ ഒക്കെ പുറത്തെടുക്കണം, ചാറ്റ് പുറത്ത് വിടണം എന്നൊക്കെ പറയണ പോലത്തെ സാധനങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്ന പ്രവൃത്തിയാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അല്ല. അപ്പോൾ എല്ലാവരും ഒരേപോലത്തെ തെറ്റുകളാണ് ചെയ്യുന്നതെന്നൊന്നും പറയണ്ട, ചെയ്യാത്തവരും ഉണ്ട്. ഇതിനെല്ലാം ന്യായീകരിക്കാൻ വേണ്ടിയാണോ പറയണത്? ചിലരുടെ നെഗറ്റിവിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതെന്ന് പറയുന്നത്. നിങ്ങളുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യത്തിലാണ് ഈ സ്പൈ നടക്കണമെന്നുണ്ടെങ്കിൽ, അല്ല അതുപോലത്തെ കാര്യങ്ങൾ പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ ശരത്ത് ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുമോ? അപ്പോൾ അതുകൊണ്ട് ഇത് വേറെ ആരെങ്കിലും വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന വെറുതെ ഉള്ളൊരു കാര്യമായിട്ട് നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ല. വീണ്ടും ഷോയെ തന്നെ കുറ്റം പറയാം, വിൽ ഷോ ആണെന്നുള്ള രീതിയിലും അതിനകത്ത് നിന്ന് ആരും രക്ഷപ്പെട്ടിട്ടില്ല, എല്ലാവർക്കും നെഗറ്റീവ് ഉണ്ടായിട്ടുള്ളൂ, അതുപോലത്തെ കാര്യം ഇനിയും ഒരു 2-3 മിനിറ്റ് അത് തന്നെ വീണ്ടും പറയുന്നുണ്ട്. കാലങ്ങളായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ സബ്ജക്റ്റ് തന്നെയല്ലേ, ഷോ കൊള്ളില്ല, ബിഗ് ബോസ് ഷോ ശരിയല്ല എന്നുള്ളതിനെ പറ്റിയല്ലേ പുള്ളി ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെയും സോഷ്യലി ഗുണമുള്ള കാര്യങ്ങളൊന്നും ഈ ഷോയിൽ നിന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതും, പിന്നെ നമ്മൾ രാഷ്ട്രീയത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള രീതിയിലും അങ്ങനെ കുറേ അതും ഇതുമൊക്കെ പറയുന്നുണ്ട്. പിന്നെ ലൂപ്പിനെ പറ്റി ഒന്നും കൂടെ പറയുന്നുണ്ട്, ഇന്നൊരാളാണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം വേറൊരാളാവും, അതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും എന്നൊക്കെ ശരത്ത് ഇങ്ങനെ പറഞ്ഞ് തന്നെ വീണ്ടും പറയുന്നുണ്ട്. പിന്നെ പ്രേക്ഷകരാണ് ഇതിനൊക്കെ വിലയിരുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രേക്ഷകർ കൈയടിക്കണോ കരയണോ എന്നൊക്കെയുള്ള തീരുമാനിക്കണം എന്നുള്ളത് പ്രേക്ഷകരുടെ ഇഷ്ടമാണെന്നാണ്. അത് വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ആര് ചെയ്യുന്നത് കണ്ട് കൈയടിക്കേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് അത് ഈ റിവ്യൂ ചെയ്യുന്നവരൊന്നും അല്ല. ആ ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂടുതൽ ഓർമ്മ വേണം. പിന്നീട് മുമ്പുണ്ടായിരുന്ന കണ്ടസ്റ്റൻസിനോട് പലരോടുമായിട്ട് പറയുന്നൊരു കാര്യമായിട്ടാണ് പറയണത്, നിങ്ങൾ അനാവശ്യമായിട്ടുള്ള റൂട്ടിലൂടെ പോയി എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ എക്സ്പോസ് ആവും എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അത് അവർ കുറച്ച് പേര് ചേർന്നിട്ട് ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞ് ചിരിക്കാറുണ്ട് അത്ര. അതായത് അവസാനം പുള്ളി പറഞ്ഞു വെക്കുന്നത് അധികം കളിക്കാൻ നിൽക്കണ്ട എന്നുള്ള രീതിയിൽ പറയണ പോലെയാണ് തോന്നിയത്. അങ്ങനെയൊന്നുമില്ല. പേടിക്കേണ്ടത് ആർക്കാണ്? കുഴപ്പം ചെയ്തിട്ടുള്ളവർക്ക് മാത്രമാണ് പേടിക്കേണ്ട കാര്യമുള്ളൂ, ഇല്ലാത്തവർക്ക് ഇതിനകത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും അങ്ങനെ അടച്ചൊന്നും പറയാൻ പറ്റില്ല. ഇതിനകത്ത് മര്യാദയ്ക്ക് നിൽക്കണവരുടെ അടുത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഉള്ളവർ പേടിക്കട്ടെ, ഇല്ലാത്തവർ ധൈര്യമായിട്ട് മുമ്പോട്ട് പോട്ടെ. പിന്നെ എല്ലാവരും ഇത് വീഡിയോസ് ചെയ്യുന്നത് തന്നെ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട്, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണെന്നും പറയുന്നുണ്ട്. അതൊക്കെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഇത്രയൊക്കെയാണ് ശരത്ത് ഇതിനകത്ത് പറയുന്നത്. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരത്ത് ഈ 2-3 ദിവസം എവിടെ വീഡിയോ ഇടാതെ പോയി എന്നുള്ളതിനെ പറ്റിയോ വിവി റെക്കോർഡ് ചെയ്തതിൻ്റെ കാര്യങ്ങളോ അല്ല അതിൻ്റെ ഡീറ്റെയിൽസോ മറ്റു കാര്യങ്ങളോ ഒക്കെ പലരും ഈ വിവിയുടെ അടുത്ത് കോണ്ടാക്ട് ചെയ്ത കാര്യമാവട്ടെ, അതുപോലെ തന്നെ ഈ സംഭവം കാശിന് കൊടുത്തു എന്ന് പറയുന്ന ഒരു അലിഗേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇത് വോയിസ് റെക്കോർഡുകൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് വിറ്റിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. ഇതിനെപ്പറ്റിയൊന്നും സംസാരിച്ചിട്ടില്ല. ഇതൊക്കെ അറിയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ശരത്ത് പറഞ്ഞു വെക്കണമെന്ന് പറഞ്ഞാൽ വോയിസ് റെക്കോർഡ് ചെയ്തതൊന്നൊരു തെറ്റൊന്നുമല്ല, എല്ലാവരും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പൈസയ്ക്ക് വിൽക്കണതുമൊക്കെ എല്ലാവരും അത്ര നിസ്സാരമായിട്ടായിരിക്കും പറഞ്ഞത്. അപ്പോൾ അതങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. ശരത്തിനൊക്കെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെന്ത് പറയാനാ. പക്ഷെ എല്ലാവരും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി, വേറെ കൂടുതലൊന്നും പറയാനില്ല. ഏതായാലും മറ്റൊരു വീഡിയോ പിന്നീട് കാണാം. ബൈ.